ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായി സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വർഷത്തിൻ്റെ ആരംഭത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ജൂബിലി വർഷമാണ്, അതുപോലെ തന്നെ പ്രത്യാശയുടെ വർഷവുമാണ്. ഈ വർഷത്തിൽ ദൈവത്തോടുള്ള പ്രത്യാശയാണ് നമുക്കായിരിക്കേണ്ടത്. ജോൺ പോൾ മാർപ്പാപ്പ, രണ്ടാമൻ ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നമ്മൾക്ക് ലഭിച്ചത് ഈശോ മിശിഹായിലൂടെയാണ്. അത് ഈശോ എന്ന നാമത്താലും അതുപോലെ തന്നെ ഈശോയുടെ രൂപത്താലുമാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമുക്ക് ലഭിച്ചത് ഈശോ എന്ന നാമത്താലും അതുപോലെ ഈശോയുടെ രൂപത്താലുമാണ്. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ ഒന്നായി തീരുവാനുള്ള ഒരാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴുമുണ്ട്. ജോൺ മരിയ വിയാനി ഇപ്രകാരം നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്: വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാൻ ഈശോയുമായി ഒന്നായി തീരുവാനുള്ള അതിയായ ആഗ്രഹം ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കണം. പ്രൈസ് ലോർഡ്. വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുന്നവരാണ്, എന്നാൽ അത് യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാൻ നമ്മൾ സാധാരണ പറയുന്നത് പാപമില്ലാതെ വിശുദ്ധിയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കണം. അത് മാത്രം പോരാ. അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ, വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി നാം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈശോയുമായി ആഴമായ ബന്ധം അല്ലെങ്കിൽ ആഴമായ സ്നേഹം, ഒന്നായി തീരുവാനുള്ള ആഴമായ സ്നേഹത്തിൽ ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാൻ കഴിയുക. സ്നേഹമുള്ളവരെ, ഈശോയോടൊപ്പം ഈശോയുടെ ശരീരം സ്വീകരിക്കുമ്പോൾ നാം ഈശോയുടെ ഭാഗമായി മാറുകയാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു. എന്നാൽ ഈശോയുടെ ശരീരമാകുന്ന രക്തമാകുന്ന അപ്പവും വീഞ്ഞും നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ ഭാഗമായി മാറുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, യോഗ്യതയോടെ വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈശോയുമായി ആഴമായ ഒരു ബന്ധം നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ വിശുദ്ധ കുർബാന യോഗ്യതയോടെയായി തീരുകയുള്ളൂ. സ്നേഹമുള്ളവരെ, ഈ വചനം നമ്മൾക്ക് സ്വീകരിക്കാം. ആഴമായ ഈശോയുമായി ഒന്നായി തീരുവാനുള്ള ആഴമായ സ്നേഹവും ആഗ്രഹവും അതിയായ ആഗ്രഹവും ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി തുടർന്നും മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.